Hello, friends. We have finished the chapter I Will Fly. It's a speech by APJ Abdul Kalam. Okay. Page number 17, chapter you will see two important questions. One is activity 2, a speech, and second is an email. These are the two exercises. We are going to the first part, the speech. സ്പീച്ച് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാമല്ലോ. പ്രസംഗം, പ്രഭാഷണം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒരു ഫോർമൽ സ്പീച്ച് എന്നാണ്, ഔപചാരികമായി നിർവഹിക്കപ്പെടുന്ന ഒരു പ്രഭാഷണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദ സ്പീച്ച് എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ലെറ്റ് us look at the question. Imagine that you get the opportunity to address class 10 students, your juniors, before their public exam. Now they are going to take up the exam. Okay, suppose you are getting a chance to address your juniors in the school. 10ാം തരത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ ജൂനിയർമാരോട് നിങ്ങൾക്കൊരു പ്രഭാഷണം നടത്താനുള്ള അവസരം കിട്ടി എന്ന് വിചാരിക്കുക. On the basis of Dr. Kalam's message, you have listened to Dr. Kalam's message. And what was the message? He said that your duty is to be unique. Do not imitate anybody. Do not copy anybody. Your life should not be a mimicry. Instead, it should be original action. എന്നാണ് ഡോക്ടർ കലാം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് ഡോക്ടർ കലാമിൻ്റെ സന്ദേശം. ഓക്കെ, ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ എ സ്പീച്ച് to motivate your juniors and to prepare them for the exam. അവരെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി സഹായിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും ഡോക്ടർ കലാമിൻ്റെ സ്പീച്ചിനെ അടിസ്ഥാനമാക്കി, അതിലെ സന്ദേശത്തെ അടിസ്ഥാനമാക്കി ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ചോദ്യം. Okay, please remember this. This is a regular question for +1 English exam. എല്ലാ തവണയും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പ്രിപ്പയർ എ സ്പീച്ച് എന്നുള്ളത്. യൂഷ്വലി ഇറ്റ് ഹാസ് 4 or 6 marks. ഓക്കെ, അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്, അതേസമയം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യവുമാണ്. ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ ടെക്സ്റ്റ് ബുക്ക്, if you know what you are speaking of, this is an easy question also. Now, I'm going to explain the format of a speech. അതിന് ഒരു സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളൊരു സ്പീച്ച് എഴുതുകയാണ്, സ്പീച്ച് പറയുകയല്ല. ഓക്കെ, ഇൻ ദ എക്സാം you are asked to write a speech, not to speak a speech. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, എഴുതുന്നതും പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. The major difference is that when you are writing, you don't have the personal touch, the personal feel of the audience. നിങ്ങൾ ഓഡിയൻസിനെ അഭിമുഖീകരിക്കുന്നില്ല, ഓഡിയൻസ് അവിടെ ഉണ്ട് എന്നുള്ള ധാരണയിൽ നിങ്ങൾ സംസാരിക്കുന്നുവെന്നേ ഉള്ളൂ. മാത്രവുമല്ല, ദിസ് ഈസ് മെൻറ്റ് ഫോർ റീഡിങ്, നോട്ട് ഫോർ ലിസണിങ്. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുന്ന പ്രസംഗം കേൾക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, നേരെ മറിച്ച് വായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് എ റിട്ടൺ സ്പീച്ച്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്പീച്ചിൻ്റെ ഘടനയെ മാറ്റേണ്ടതാണ്. അപ്പോൾ എന്താണ് നേരിട്ട് നടത്തുന്നൊരു പ്രഭാഷണവും ഒരു പ്രഭാഷണത്തിൻ്റെ എഴുതിയ രൂപം, റിട്ടൺ ഫോമും തമ്മിലുള്ള ഡിഫറൻസ്? നേരിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ you have the facility of using body language. എന്താണ് ബോഡി ലാംഗ്വേജ്? ശരീരഭാഷയാണ് ബോഡി ലാംഗ്വേജ്. ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഹാൻഡ്സ് എക്സ്പ്രഷൻസ്, മൂവ്മെൻറ്റ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രഭാഷകൻ്റെ ശരീരഭാഷ ശ്രദ്ധിക്കാൻ ശ്രോതാക്കൾക്ക് അവസരമുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന കാര്യങ്ങൾ, പ്രഭാഷകൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ വ്യക്തമായി മനസ്സിലാകും. ഓക്കെ, മാത്രവുമല്ല, എ സ്പീക്കർ ക്യാൻ ഗോ ഓൺ റീഅറേഞ്ച് ഹിസ് സ്പീച്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ സ്പീച്ച് ഇഫ് ഹി ഈസ് ആക്ച്വലി സ്പീക്കിംഗ് ഓൺ ദ സ്റ്റേജ്. വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ പ്രതികരണം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മാറ്റാൻ, അത് ദീർഘിപ്പിക്കാനോ കുറയ്ക്കാനോ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ റിട്ടൺ സ്പീച്ചിൽ ഇതൊന്നുമല്ല. റിട്ടൺ സ്പീച്ച് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ്.
അപ്പോൾ യു ആർ തിങ്കിങ് ഓഫ് എൻ ഇമാജിനറി ഓഡിയൻസ് ഇൻ യുവർ മൈൻഡ്, an audience that will find this speech appealing. അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെ, ഒരു ശ്രോതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് വായിക്കാനായിക്കൊണ്ടുള്ള ഒരു പ്രസംഗം എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദിസ്. പക്ഷേ ഇത് രണ്ട് രീതിയിലാണെങ്കിലും ദ ഫോർമാറ്റ്, ദ പ്രോട്ടോകോൾ ഈസ് സെയിം. ഒരു പ്രസംഗത്തിൻ്റെ രീതി എന്ന് പറയുന്നത് രണ്ടിടത്തും ഏകദേശം ഒരുപോലെയാണ്. ഭാഷയിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, വെദർ ഇറ്റ് ഈസ് സ്പോക്കൺ ഓർ വെദർ ഇറ്റ് ഈസ് റിട്ടൺ, വി ഫോളോ ദ സെയിം ഫോർമാറ്റ്. ഓക്കെ, ലെറ്റ് us look at the format. Okay, now of course you need to begin with an intro. Before the intro you need a greeting. Okay, you need to greet the audience. ആരൊക്കെയാണോ ഈ പ്രഭാഷണം കേൾക്കാൻ വന്നിട്ടുള്ളത് അവരെ സ്വാഗതം ചെയ്യണം, അവരെ ഗ്രീറ്റ് ചെയ്യണം, അവരെ ആശംസിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്കൂൾ. ഓക്കെ, ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് and my dear friends. This is the way that you are usually beginning a speech if it is a school speech. Okay, I'm quite happy that I'm given an opportunity to address you all on this particular morning. ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ ഈ അവസരം ലഭിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ യു നീഡ് ടു ബി എക്സ്പ്രസിങ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, യുവർ താങ്ക്ഫുൾനെസ് ഫോർ ഹാവിങ് ഗിവൺ ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു ദ സ്കൂൾ, ടു സ്പീക്ക് ടു ദ ഓഡിയൻസ്. ഓക്കെ, ഈ ഒരു ശ്രോതാക്കളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിലുള്ള സന്തോഷമാണ് നിങ്ങൾ ഈ ഗ്രീറ്റിംഗ് പാർട്ടിൽ, അതിൻ്റെ തുടക്ക ഭാഗത്ത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദാറ്റ് യു ഗോ ടു ദ ഇൻട്രോ. ഓക്കെ, ദ ഇൻട്രൊഡക്ഷൻ സിംപ്ലി മീൻസ് യു ആർ എക്സ്പ്ലെയിനിങ് യുവർ ടോപ്പിക്. What is this speech about? What is the occasion of the speech? What is the subject matter of the speech? ഈ പ്രസംഗം എന്തിനെക്കുറിച്ചാണ്, ഏത് സന്ദർഭത്തിലാണ്, എന്തിനാണ് ഈ ഒരു വിഷയം പ്രസംഗിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഒരു ചെറിയ വിശദീകരണം ആണ് തുടർന്ന് നടത്തേണ്ടത്. ഇപ്പോൾ ഗ്രീറ്റിംഗ് കഴിയുന്നു, ഗ്രീറ്റിങ്ങിന് ശേഷം ഇതിലേക്ക് നമ്മൾ പോകുന്നു. ഹൗ ഡു വി ഗോ? ഓക്കെ, സോ ആഫ്റ്റർ ദി ഗ്രീറ്റിംഗ് യു സേ ദാറ്റ് ടുഡേ we are meeting in a very special occasion. We know that our young friends are going to take up their SSLC final exam in a few days. Naturally, everybody is full of expectation and thrill. And it is very important that we share some ideas with them to motivate them and to prepare them. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം എന്നുള്ള കാര്യം നാം അവിടെ തന്നെ ആ ഒരു ഇൻട്രോയിൽ നമ്മൾ ചെറുതാക്കി പറയുന്നു. ഓക്കെ, ഇൻ എ വെരി ബ്രീഫ് മാനർ വി എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ വി ഗോ ടു ദ ബോഡി. Of the speech. The body of the speech is the main part of the speech. പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ ബോഡി എന്ന് വിളിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ പറയാനുള്ള കാര്യങ്ങളുടെ വിശദീകരണം എന്താണ്, നിങ്ങളുടെ പോയിൻറ്റ്സ് എന്താണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഇൻ ദ ബോഡി ദാറ്റ് യു ഹാവ് പോയിൻറ്റ്സ്. ഓക്കെ, ഇങ്ങനെ 1 or 2 or 3 points will do. And each point needs to be supported with an example. Okay, that makes the speech more effective. അപ്പോൾ ഇവിടെ when you put one point, if you can put 1 or 2 lines in example in support of what you have said as a point, that will be good. About how do we go about this, the body of the speech? You can straight go to the Kalam speech and you can bring in points from Kalam speech. You can say that at this special occasion I am reminded of a speech that I have read in my textbook. And that was a wonderful speech by our late President Dr. APJ Abdul Kalam.
And he is giving us a great advice in that particular speech. I think that this advice will be useful for the students who are going to take up the SSLC exam. Okay, there are 2 or 3 important parts for his speech. Okay, at one level, he is advising you to be unique, to be different from everybody else. At the second level, he is asking you to be confident, better than others, hardworking than others. And at the third level, he is asking you to be motivated continuously. ഓക്കെ, അപ്പോൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളെ നിങ്ങൾ എടുത്തു പറയുന്നു. ഓക്കെ, അതിനുശേഷം ഓക്കെ, സോ യു ഹാവ് given the points. 1 or 2 points will do. You needn't make it, this is very long. Okay, so after that you need to conclude this. Okay, conclusion. In conclusion, what we mean is, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സമ്മറൈസ് ചെയ്ത് 2-3 പ്രധാനപ്പെട്ട കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. So how do we conclude? We say that, so my dear friends, when I conclude this speech, I have these 2-3 points in my mind. One is to believe strongly in yourself. Okay, if you don't believe strongly in yourself, you are not going to make it up. Okay, the second point is that preparation makes everything. If you are fully prepared for the exam, you needn't be worried. Okay, your worries come because you are not confident about your preparation. So prepare very well. And finally, you need to be very unique with your exams also. If your answer paper is original, if it is different from other students' answer paper, it's going to be valued separately. You are going to get the benefit of that. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന രീതി സവിശേഷമായിരിക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷയെ പേടിക്കേണ്ട ഒരു കാര്യമേ ഇല്ല എന്ന് നിങ്ങളൊരു കൺക്ലൂഷനായി പറയുന്നു. അതിനുശേഷം ഓക്കെ, ഇൻ ദ ലാസ്റ്റ് പോയിന്റ് യു നീഡ് ടു സേ എ താങ്ക്സ്. ഓക്കെ, ഈ പ്രഭാഷണം കേട്ട എല്ലാവരോടുമുള്ള ഒരു നന്ദിയോടുകൂടി വേണം ഈ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. Okay, I am winding up my words, and I wish to express my sincere thanks for all students who have listened to this speech, and I sincerely wish that this speech has helped them to energize themselves, to motivate themselves, and thank you all. And this is the way we are winding up with a thanks. അപ്പോൾ ഇതാണ് ഒരു സാധാരണ പ്രസംഗത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഇതാണ്. ഓക്കെ, try writing an answer to this question. Okay, prepare a speech. Better try speaking that speech. That will be a very good exercise. Okay, and if you have any doubt on this, please contact me over the YouTube or in our WhatsApp group. Okay, thank you.